ക്രിസ്തുവേശുവിന്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളെല്ലാവരും വന്ദനം പറയുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ സെക്കറിയ പ്രവചനം 14 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങളിൽ സെക്കറിയ പ്രവാചകൻ നൽകിയ പ്രവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു. അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് എല്ലാ വിശുദ്ധന്മാരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വചനത്തെ ശ്രദ്ധിപ്പാൻ. കാരണം ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പോകാത്ത, യാത്ര ചെയ്യാത്ത ഒരു മേഖലയിലൂടെയാണ് ഇന്ന് ആ തിരുവെഴുത്തുകളെ നിശ്ചയമായിട്ട് കർത്താവ് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണമാണ് ഞാൻ തിരുവെഴുത്തുകളെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിപ്പാനായിട്ട്, പൊരുൾത്തിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു പാളിച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എറർ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ മാത്രമായിരിക്കും, അത് പരിശുദ്ധാത്മാവിൻ്റെതല്ലെന്ന് ഞാൻ ആരംഭത്തിലെ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത് എൻ്റെ മാത്രം, അല്ലെങ്കിൽ എൻ്റെ ചിന്തയുടെ കുഴപ്പം, അല്ലെങ്കിൽ എൻ്റെ മനോവിചാരത്തിൽ ഉണ്ടാകുന്ന എററുകൾ മാത്രമായിരിക്കും. സോ ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, സെക്കറിയാവിന്റെ പ്രവചനം 14 അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസൻ ഇസ്രായേലിന്റെ ഭാവി സംബന്ധിച്ച് നൽകുന്ന ഒരു പ്രവചനമാണ്. 14 അധ്യായത്തിന്റെ ആരംഭഭാഗം മുതൽ നമ്മൾ അതിന്റെ ആരംഭഭാഗം ചിന്തിച്ചു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇതിന് മുൻപുള്ള വീഡിയോ കാണുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഭാഗത്ത് അത് കൊടുത്തേക്കാം. ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടേക്ക് പോയി അത് കാണാൻ പറ്റും. അവിടെ ഇസ്രായേൽ മക്കളെ ന്യായം വിധിക്കുന്നത്, അവർക്ക് വരാൻ പോകുന്ന വിനാശം എന്നൊക്കെ പറഞ്ഞ ശേഷം 4 വാക്യത്തിൽ, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അവന്റെ കാൽ യെരൂശലേമിനെതിരെയുള്ള കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവാകും. കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും പാതി കിഴക്കോട്ടും വാങ്ങിപ്പോകും. ഇതൊരു പ്രധാനപ്പെട്ട ചിത്രമാണ്. അനേക നാളുകൾക്ക് മുമ്പ് ഈ ചിന്തകൾ അല്ലെങ്കിൽ ഈ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചതാണ്. ഇതിനെ സംബന്ധിച്ചതായ ധാരാളം വിശദീകരണങ്ങൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. എന്നെക്കാളും ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാര് ഒരുപാട് വലിയവർ, അവരിലൊക്കെ ഏറ്റവും ഞാൻ ചെറിയവനാണ്. ഒരുപാട് അറിവുള്ള പ്രാപ്തരായ ദൈവദാസന്മാര് ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അതില് അവരേറ്റവും കൂടുതൽ പറയുന്നത്, ഒലിവുമല എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ആ പർവ്വതം രണ്ടായിട്ട് പിളർന്നു പോകാനായിട്ട് പോകുന്നു. അതിനുള്ള ശാസ്ത്രീയ തെളിവുകളും എനിക്ക് തോന്നുന്നു അതിൻ്റെ പത്രവാർത്തകളും ഒക്കെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ആളുകൾ ഇത് ചെയ്യാറുള്ളത്. ഞാനിത് വളരെ ശാന്തമായിട്ട് ഈ വീഡിയോ ഞാനിങ്ങനെ ശാന്തമാവുന്നു. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ മാത്രം കേട്ടാൽ മതി. അല്ല നിങ്ങൾക്ക് ധൃതി ഉണ്ടെങ്കിൽ, കേൾപ്പാൻ മാന്യതയുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ഞാനിത് നിങ്ങൾക്ക് നൽകുന്നത് എനിക്ക് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാനൊന്നുമല്ല. ശരിയാ, അത് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ലക്ഷ്യം ഇതൊന്നും മാത്രമല്ല. ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. അവരോട് ശാന്തമായി ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. കാരണം ഇന്ന് ഞാനിത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അത് എത്ര നാള് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് മീഡിയയിൽ ഉണ്ടാകും, അത് ആർക്കെങ്കിലും ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ. അതുകൊണ്ട് ശാന്തമായ നിലയിൽ ഞാനത് പറയുകയാണ്. ദയവായിട്ട് നിങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും, ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്തും ഒരു നഷ്ടമായിരിക്കത്തില്ല. കാരണം നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചു വെച്ചത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ദൈവത്തിന്റെ വചനം ഇതിനെ സംബന്ധിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമായിരിക്കും. ഒലിവുമല രണ്ടായിട്ട് പിളർന്നു പോകും എന്നല്ലാതെ മറ്റൊരു മെസ്സേജ് ഞാൻ ഇന്ന് വരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതിനെ കൊച്ചുപ്രായം മുതൽ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അവിടെ ഏതോ ഒരു നിർമ്മിതിക്കായിട്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ജിയോളജിക്കൽ സർവേ നടക്കുമ്പോൾ അതിൻ്റെ ആളുകൾ വ്യക്തമായിട്ട് പറഞ്ഞതുപോലും അവിടെ മറ്റൊരു വലിയ സംരംഭം ആരംഭിക്കാൻ പാടില്ല, ഏതു നിമിഷവും ഒലിവുമല രണ്ടായിട്ട് പിളർന്നു മാറുമെന്നൊക്കെ, ഭൂമിയുടെ അതിൻ്റെ അടിത്തട്ടിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള പഠനങ്ങൾ കൊണ്ടുവന്നിട്ട് യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന
വേദികളെ അല്ലെങ്കിൽ ഞാൻ ആ സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്താണ് ഈ വേദപുസ്തകം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒലിവുമലയിൽ കർത്താവ് നിൽക്കുന്നു. ഒലിവുമലയിൽ അവന്റെ ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പദപ്രയോഗം ശ്രദ്ധിക്കണം. അന്നാളിൽ, അതായത് ഈ ജെറുസലേമിന്റെ ഈ വരുന്ന വിനാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയും. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ദിസ് ഇസ് നോട്ട് ക്രൊണോളജിക്കൽ. എപ്പോഴും നമ്മൾ അതിനുശേഷം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് അല്ല ഇത്. ഇത് പ്രവാചകൻ പറഞ്ഞ ദർശനമാണ്. അപ്പൊ ദർശനം അദ്ദേഹത്തിന് എന്തായാലും ഇവിടെ എഴുതി തുടങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പം ഒരു ഇവന്റ് ആണിത്. ആ ഇവന്റിനകത്ത് ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്നോ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും നമുക്ക് ക്രോണോളജിക്കലി നമുക്ക് നിർവചിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലാ പ്രവചനം, അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം നിങ്ങൾ നോക്കിയാൽ ഇതൊരിക്കലും ക്രോണോളജിക്കൽ പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു ദർശനമാണ്. താൻ കാണുന്ന ദർശനങ്ങളെ താൻ എഴുതുന്നു. അതിനകത്ത് പല വിധത്തിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് അടുക്കും ചിട്ടയോടെ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന നിലയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ മനസ്സിലാകാതെ പോകും. കാരണം വെളിപ്പാട് പുസ്തകത്തിന്റെ ക്രമീകരണം അങ്ങനെ തന്നെ. അതുപോലെ തന്നെ എല്ലാ പ്രവചനങ്ങളിലും നമ്മളത് മനസ്സിലാക്കണം, ഇത് ദർശനമാണ്. അപ്പം അന്നാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ ആ നാളിൽ, യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഇത് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് വരുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. കാരണം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു വാനമേഘത്തില് മധ്യാകാശത്തിൽ തന്റെ സഭയെ ചേർക്കുവാനായിട്ട് കടന്നു വരും, കാഹളധ്വനിയോടെ വരും. അങ്ങനെ മരിച്ചവരുടെന്തെങ്കിലും ജീവിച്ചിരിക്കുന്ന നമ്മളിങ്ങനെ രൂപാന്തരപ്പെട്ട് കർത്താവിനെ സ്വർഗത്തിലേക്ക് പോകും. 7 വർഷം നമ്മൾ സ്വർഗത്തിൽ ആയിരിക്കും. സ്വർഗത്തിലാണോ മധ്യാകാശത്തിലായിരിക്കും എന്നാ പറയുന്നത്, മധ്യാകാശത്തിലായിരിക്കും. അതിനുശേഷം നമ്മൾ ആ സമയത്ത് ഇവിടെ 7 വർഷം മഹോപദ്രവകാലം സംഭവിക്കും. ആന്റി ക്രൈസ്റ്റ് ആണ് ഭരിക്കുന്നത്, ഏകലോക ഗവൺമെന്റ്. അപ്പൊ ആ മരണത്തിന്റെ ഒടുവിൽ കർത്താവ് ഒലിവുമലയിൽ തന്റെ വിശുദ്ധ നൂതന്മാരുമായിട്ട് ഇറങ്ങി വരും. അപ്പോൾ അവന്റെ കാല് ഒലിവുമലയിൽ നിൽക്കും. അപ്പം ആ ഒലിവുമല 2ആയിട്ട് പിളർന്നു മാറും. അങ്ങനെ ആ വീതിയിലൂടെ യേശു നേരെ യെരൂശലേമിലേക്ക് കടന്നു വന്ന് 1000 വർഷം അവിടെ വാഴ്ച നടത്തും. അതിനുശേഷം 1000 വാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പിശാചിനെ അഴിച്ചുവിടുമ്പോൾ അവൻ വീണ്ടും പോയിട്ട് വീണ്ടും ഒരു ഗോഗ് മഹോഗ് യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തെ ജാതികളെ വിളിച്ചുകൂട്ടി വിശുദ്ധ നഗരത്തിനും ദൈവസഭയ്ക്കും അല്ലെങ്കിൽ ക്രിസ്തുവിനും നേരെ യുദ്ധം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കർത്താവ് തന്റെ വായിലെ ശ്വാസം കൊണ്ട് അവയൊക്കെയും നശിപ്പിച്ചു കളയും. അങ്ങനെ യുദ്ധം അവസാനിക്കുകയും പിന്നെ ഇതിനുള്ള വിഷയത്തിൽ ഇങ്ങനെ നിത്യത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ, ഞാനത് തെറ്റെന്നോ ശരിയെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് വേദപുസ്തകം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞ നിലവിലുള്ള സ്റ്റഡി ഇങ്ങനെയാണ് പോകുന്നത്, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് എന്താണ് ഇതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ അവന്റെ കാൽ ഒലിവുമലയിൽ നിന്നു, എൻ്റെ പ്രധാന വിഷയം ഇതാണ്, അവന്റെ കാൽ ഒലിവുമലയിൽ നിന്നു. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയുടെ സമാപന ഭാഗത്ത് പറഞ്ഞ ഒരു ഭാഗം ഒന്ന് തൊട്ടിട്ട് വരാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പഴയ നിയമത്തിൽ ഒലിവുമല എന്ന് പറയുന്ന വാക്ക് അവസാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സെഖറിയാവിന്റെ പ്രവചനം 14-4 വാക്യത്തിലാണ്. അതേസമയം മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ഒലിവുമല എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത് അത് മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്കരികിൽ ബേത്ഫഗയിൽ അപ്പം യേശു കർത്താവ് അവന്റെ കാൽപാദം എവിടെ എത്തിയിരിക്കുന്നു? ഒലിവുമലയ്ക്ക് അരികിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ആ ഒലിവുമലയ്ക്കരികിൽ അവന്റെ പാദം എത്തിയിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, 2 ശിഷ്യന്മാരെ അയക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ആ നിമിഷം മുതലുള്ള ക്രമീകരണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ അത് യെരൂശലേമിലേക്കുള്ള അവന്റെ പ്രയാണമാണ്. ആ പ്രയാണത്തിൽ പോകുന്ന വഴിയിൽ യഹൂദന്മാർക്ക് കൊടുക്കേണ്ടതായ എല്ലാ മുന്നറിയിപ്പുകളും ഉപമകളായിട്ടും നേരിട്ടും മറ്റു പല വിധത്തിൽ അവർക്ക് വരുവാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചും യഹൂദനെ സംബന്ധിച്ചതായ എല്ലാ കാര്യങ്ങളും ധാരാളമായിട്ട് യേശു ക്രിസ്തു പ്രസ്താവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ യാത്ര, മിശിഹാമ്പുരാന്റെ ഈ ഒലിവുമല മുതലുള്ള ആ യാത്ര അവസാനിക്കുന്നത് കാൽവറി മലയുടെ മുകളിൽ മരണത്തോട് ബന്ധത്തിലാണ്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? ദിസ് ഇസ് നോട്ട് എ ബൈബിൾ സ്റ്റഡി. എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ ആത്മീയമായിട്ട് ഞാൻ പറയാം, വളരെ ശക്തമായ നിലയിൽ പറയാം, ഇറ്റ് ഇസ് എ സ്പിരിറ്റ് ലീഡിങ് മെസ്സേജ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇത് നിങ്ങളുടെ ആത്മക്കണ്ണൊന്ന് തുറന്ന് നിങ്ങൾ ആ ഭാഗത്തേക്കൊന്ന് പോക്കാട്ടെ. യേശുക്രിസ്തു പോകുമ്പോൾ നേരെ പോകുന്നു, യഹൂദന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ഉപമകളിലൂടെ സംസാരിക്കുന്നു. അതിനുശേഷം കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതാ രാജാവിന്റെ മകന്റെ കല്യാണത്തിന്റെ ഉപമ പറയുന്നു. അതിൽ പട്ടണത്തെ നശിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട്. രാജ്യമെടുത്ത് മറ്റൊരു ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുന്ന ആ മുന്തിരിയുടെ ഉപമ പറയുന്നു. 23-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതിനിടയ്ക്ക് തന്നെ ഗ്ലോറിയസ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള ആ എൻട്രി നമ്മൾ കാണുന്നതൊക്കെ അതിൽ ആക്ച്വലി യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ചെയ്തോളൂ. കാരണം യേശു കഴുതയുടെ പുറത്ത് യെരുശലേമിലേക്ക് വാഹനമേറി വരുന്നത് അതൊരു അടയാളമാണ്. അത് മിശിഹായുടെ സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ഒരു പഠനം ഞാൻ ഞങ്ങളുടെ ഫെലോഷിപ്പിൽ എടുത്തതാണ്. അത് അന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പം ഫെലോഷിപ്പിലൊക്കെ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് കൂടുതൽ റെഫറൻസുകളും മറ്റ് വിഷയങ്ങളും കൂടെ ചേർത്ത് വീണ്ടും ഞാനത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതിന് അനുവദിക്കുന്ന പക്ഷം നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കർത്താവ് യേശു ക്രിസ്തു അവന്റെ എൻട്രി 23-ാം അധ്യായത്തിൽ വരുമ്പോൾ യെരുശലേമിനും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും മഹാപുരോഹിതന്മാർക്കും ഒക്കെ വരുവാൻ പോകുന്ന മഹാ ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. 23-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ യാഗപീഠത്തിന്റെ നടുവിൽ വെച്ച് മന്ദിരത്തിനും യാഗപീഠത്തിന്റെ നടുവിൽ വെച്ച് കൊന്നവനായ ബെരഖ്യാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുടെ രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. അടുത്ത വാക്ക്, ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ടും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ നിങ്ങളിപ്പം ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാ സഭാവിഭാഗങ്ങളും അവരുടേതായ നിലയിലാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കരുത്. മറ്റുള്ളവരെ പരസ്പരം നമ്മൾ ബഹുമാനിച്ച് പോകണം. ഞാൻ പറഞ്ഞില്ല, കാത്തലിക്കോ ഇവിടെ പെന്തക്കോസ്റ്റൽ സമൂഹം പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കകത്ത് എനിക്ക് ഒബ്ജക്ഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് പീപ്പിൾ ആർ എഗൻസ്റ്റ് മീ. ഞാൻ അവർക്ക് വിരോധമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ബോധം പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റുകാർ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. അതെന്റെ സ്നേഹത്തിന്റെ ഒരു അപേക്ഷ. കാരണം നിങ്ങൾക്ക് മാത്രമേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ അറിയത്തുള്ളൂ, ബാക്കി ആരും അത് ചെയ്യാറില്ല. കാരണം എൻ്റെ ശ്രോതാക്കളിൽ ധാരാളം കാത്തലിക് ആളുകളുണ്ട്, ഓർത്തഡോക്സ് ആളുകളുണ്ട്, ഒത്തിരി ബർത്തോമാക്കാരുണ്ട്. പക്ഷെ അവരാരും തന്നെ മനസ്സിലായെന്ന് പറയത്തേ ഉള്ളൂ, എന്തും മാന്യരാന്നറിയാം. പക്ഷേ അനാവശ്യമായ വാക്കുകൾ ഉച്ചരിക്കുന്നത് ഈ നമ്മുടെ നാക്കിന്റെ കെട്ട് അഴിഞ്ഞു പോയ ആളുകൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. കാരണം ഐ എം നോട്ട് ടീച്ചിങ്. ഞാൻ ഒരിക്കലും എൻ്റെ ഇഷ്ടം ഞാൻ പറയാറില്ല. ഞാൻ വേദപുസ്തകം മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കഥ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേദപുസ്തകം വെച്ച് മാത്രമേ ഞാൻ വ്യാഖ്യാനിക്കാറുള്ളൂ. അതുകൊണ്ട് ആ ഒരു നിലവാരം സൂക്ഷിക്കണേ എന്ന് ഞാൻ എൻ്റെ ശ്രോതാക്കളോട്, സഹോദരന്മാരോട് ദൈവനാമത്തെ ഓർമ്മ. കാരണം ദൈവവചനമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ചെക്ക് വിത്ത് ദ ബൈബിളുമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടുന്നതാണ് മാന്യത. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ നാളെ കേട്ടുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇതിനകത്ത് എൻ്റെതായ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യാറില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇവിടെ കർത്താവ് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഈ തലമുറ എന്ന വാക്കിനർത്ഥം എന്ത് പറയണം? ഈ തലമുറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്ന പോലെ ഈ എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ ഇന്നത്തെ നല്ല എൻ്റെ അർത്ഥം. യേശു ക്രിസ്തു സംസാരിച്ചിരുന്ന 2000 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന യേശു ജീവിച്ചിരുന്ന കാലഘട്ടം. യേശുവിനോടുകൂടെ തിന്നും കുടിച്ചും ആടിയും പാടിയും അവന്റെ കൂടെ ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും ഒക്കെ ഇരുന്ന ആ തലമുറ, ദാറ്റ് ജനറേഷൻ. യേശു പറഞ്ഞു ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും യേശു അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. സോ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവർക്ക് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച്, അതായത് അതും സംസാരിക്കുന്നത് എവിടെ വെച്ചാണ്? ഒലിവ് മലയുടെ മുകളിൽ. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ദ ലൊക്കേഷൻ, കർത്താവ് ചൂസ് ചെയ്ത ലൊക്കേഷൻ ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. 24-ാം അധ്യായത്തിൽ നോക്കിക്കേ. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ ഇരിക്കുന്ന സ്ഥലം ശ്രദ്ധിക്കണേ, ഒലിവ് മല. സോ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? ഒലിവ് മലയുടെ അരികിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തു. ഒക്കെ ലാസ്റ്റ് ഒടുവിൽ വീണ്ടും എവിടെത്തി? യെരുശലേമിലെത്തി. യെരുശലേമിൽ നേരെ വീണ്ടും തിരിച്ച് എവിടെത്തി? യെരുശലേമിൽ നേരെ വീണ്ടും തിരിച്ച് ഒലിവ് മലയിലെത്തി. അപ്പൊ യേശു ക്രിസ്തു യെരുശലേമിലായിരുന്നു. 24-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നമ്മൾ കാണുന്നത് അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ, അതിനകത്ത് ഹി വാസ് ഇൻ ജെറുസലേം. സോ അവിടെ നിന്ന് നേരെ കിഴക്കോട്ട് യാത്ര ചെയ്ത് അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ, സോ ഇവിടെ കർത്താവ് ഇരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇവിടെ ജീസസ് ക്രൈസ്റ്റ് വാസ് സിറ്റിംഗ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്രൈസ്റ്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴെങ്കിലും ബൈബിൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴൊക്കെ അവൻ ഇരുന്നാണ് സംസാരിക്കാറുള്ളത്. യേശു ക്രിസ്തു എന്തെങ്കിലും പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ക്രൈസ്റ്റ് നിൽക്കുന്നതിനൊരു അർത്ഥമുണ്ട്, യേശു ഇരിക്കുന്നതിനൊരു അർത്ഥമുണ്ട്. ബോട്ടിൽ അവൻ കിടന്ന് ഉറങ്ങുന്നതിനും അർത്ഥമുണ്ട്, ആ കടലിന്റെ മീതെ അവൻ നടക്കുന്നതിനും അർത്ഥം. അപ്പൊ അവൻ നടപ്പിന് അർത്ഥമുണ്ട്, അവൻ കിടപ്പിന് അർത്ഥമുണ്ട്, അവന് നിൽക്കുന്നതിന് അർത്ഥമുണ്ട്, അവൻ
ഇരിക്കുന്നതിനും അർത്ഥമുണ്ട്. കാരണം അവൻ സർവശക്തനാം ദൈവത്തിന്റെ പുത്രനാണ്. ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കുന്ന നാളിൽ യേശു ഇരുന്നു കൊണ്ട് സംസാരിച്ചതല്ല, യേശു നിന്നുകൊണ്ടെന്നാണ് പറഞ്ഞത്. സോ വെൻ പ്രൊക്ലമേഷൻ വരുമ്പോൾ ക്രൈസ്റ്റ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തു നിൽക്കുന്നത് വേറൊരാൾ കണ്ടായിരുന്നു, സ്റ്റെഫാനോസ്. ആ സ്റ്റെഫാനോസ് ദൈവം അവന് ദർശനത്തിലാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ അവനിങ്ങനെ ആകാശത്ത് നോക്കിയപ്പോൾ ആകാശത്തിൽ ഇങ്ങനെ മേഘത്തിൽ നിൽക്കുന്നത് കണ്ടതല്ല. ഈ ഗോട്ട് എ റെവലേഷൻ. കർത്താവ് അവന്റെ ആത്മദൃഷ്ടി പ്രകാശിപ്പിച്ച് സ്റ്റെഫാനോസ് കല്ലെറിയുന്ന മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നത് കാണുകയാണ്. നിൽക്കുന്നതിന് 2-3 പ്രത്യേകത. അപ്പം ഈ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പല സമയങ്ങളിലും ക്രൈസ്റ്റ് നിൽക്കുക എന്നതിന് 1-2 പ്രധാന അർത്ഥം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് നടത്താൻ നിൽക്കുന്നുണ്ട്. 2, ജഡ്ജ്മെന്റ് നടത്താൻ. എപ്പോഴെങ്കിലും ന്യായവിധിക്കായി കർത്താവ് തയ്യാറെടുക്കുമ്പോൾ അവന് നിൽക്കുന്ന പൊസിഷനിലാണ്. നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിലും കണ്ടിട്ടുണ്ട്, അവൻ നിൽക്കുന്ന പൊസിഷനിൽ കാണാൻ പറ്റും. സോ സ്റ്റെഫാനോസ് അവിടെ കല്ലെറിയുമ്പോൾ മഹിമയുടെ വലതുഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നത് കണ്ടു എന്നതിന്റെ അർത്ഥം, അവിടെ പറയുന്ന റിയൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗ്രഹമേ, ന്യായവിധിക്കായി അവൻ പുറപ്പെട്ടു വരുവാൻ സമയായി. ന്യായം വിധിക്കാനായി അവൻ പുറപ്പെട്ടു വരാൻ സമയായി. എന്നാൽ തന്നെ ഇതേ സമയം തന്നെ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന്റെ അടയാളമായിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നതാണ് കണ്ടത്. നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? സ്തെഫാനോസിനെ സ്വീകരിക്കാൻ യേശു എഴുന്നേറ്റ് നിന്നെന്ന് നമ്മൾ പഠിപ്പിക്കാറുള്ളൂ കോമൺലി. അങ്ങനെ ഒരു VIP അങ്ങനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിന് ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരുമാതിരി നമ്മുടെ ഇടയിൽ ആവശ്യമില്ലാത്തൊരു പ്രോട്ടോകോൾ ഒന്നും സ്വർഗത്തിലില്ല. അപ്പം യേശുക്രിസ്തു അവിടെ ഉപദ്രവം ആരംഭിച്ചു. യഹൂദന്മാർ ആദ്യമായി ഒരു രക്തസാക്ഷിയെ കൊല്ലുക, ഒരാളെ രക്തസാക്ഷിയാക്കുക. ഉപദ്രവം ആരംഭിച്ചപ്പോൾ അർത്ഥം ഈ ഉപദ്രവം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് ന്യായം വിധിപ്പാൻ വേണ്ടി സിംഹാസനത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു എന്ന തെളിവാണ് സ്തെഫാനോസിന്റെ ദർശനത്തിൽ അവിടെ വെളിവാകുന്നത്. ഓക്കെ, അപ്പൊ യേശു കർത്താവ് കടന്നു വരാൻ പോകുന്നു എന്നത് അവിടെ ആ നിൽക്കുന്നതിനകത്ത് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ ഇവിടെ തിരിച്ചു വരികയാണ്. അപ്പം ഒലിവുമലയിൽ നിന്ന് സംഭാഷണം നടത്തുന്നു. ഒലിവുമലയിൽ നിന്ന് അവൻ ബെത്ഫഗയിൽ നിന്ന് യാത്ര തുടർന്ന് എവിടേക്ക് പോകുന്നു? യെരൂശലേമിൽ നേരെ ഒലിവുമലയിലേക്ക് പോകുന്നു. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ശ്രദ്ധിച്ചു കേൾക്കാം. ഇനി ഇവിടെ നമ്മൾ ഇനി അറിയേണ്ട ഒരു പ്രധാന കാര്യം, ഈ യാത്രയിലാണ് യേശു ക്രിസ്തു എന്ത് പറഞ്ഞത്? ഇസ്രായേലിന് വരാൻ പോകുന്ന ജഡ്ജ്മെന്റ്, ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇത് എഴുതുമ്പോൾ താഴെ വന്നിട്ട് ഇതെന്തോ ഇവൻ എന്താ പൊട്ടനാന്ന് പറയുന്നത്, ഇത് നീ അങ്ങനെ എഴുതിയാ നീ ആയിരിക്കും പൊട്ടനാവുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സൂക്ഷിച്ചു നോക്കിയേ. ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും? ഏത് മുകളിൽ എഴുതിയിട്ടുണ്ട്. യേശു അവരോട് 2-ാം വാക്യം, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഈ ദേവാലയത്തിൽ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പൊ അതാണ് ശിഷ്യന്മാർ വെച്ച കർത്താവേ, ആ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുന്ന സമയം അതല്ലോ, അത് എപ്പോൾ സംഭവിക്കും? അതിന്റെ ടൈം ഒന്ന് പറയാമോ എന്നാ ചോദിച്ചത്. അല്ലേ? പത്രോസ്, യാക്കോബൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചോദിക്കുക, അത് എപ്പോൾ സംഭവിക്കുക? അത് ആ ദേവാലയം എന്നാണ് പൊളിഞ്ഞു പോകുന്നത്. തീർന്നില്ല കേട്ടോ, എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും. അപ്പം ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം അവർ ചോദിച്ചത് അത് എപ്പോൾ സംഭവിക്കും. ഞാൻ ഈ പറഞ്ഞത് അല്പം ശ്രദ്ധയോടെ കേൾക്കുക. അത് എപ്പോൾ? അപ്പൊ അവർ ചോദിച്ചത് ആ ടൈമാ ചോദിച്ചത്. കർത്താവേ, ആ ടൈം എന്താണ്? അത് എപ്പോൾ സംഭവിക്കും? യെരൂശലേം എപ്പോൾ ഇടിഞ്ഞു പോകും? അതിന്റെ സമയം എന്താണ്? ഏത് സമയത്ത് നടക്കുന്നത്? എപ്പോൾ നടക്കും? എന്നിട്ട് പറയാ, ആ എപ്പോൾ നടക്കും എന്നതിനും അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവ്, പറോസിയ, നിന്റെ പ്രസൻസ് അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ നിന്റെ പ്രത്യക്ഷതയ്ക്കും, കേൾക്കണേ, നിന്റെ പ്രത്യക്ഷതയ്ക്കും. വരവെന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രത്യക്ഷത, പറോസിയ, പ്രസൻസ്, അതായത് നിരന്തരമായി വന്ന് താമസിക്കുക എന്നാണ് ഈ പറോസിയ എന്ന വാക്കിന്റെ അർത്ഥം. നീ എന്നായുടെ നിരന്തരമായി താമസിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്ന് സംഭവിക്കുമെന്ന് അതിന്റെ ടൈം പറ. നിന്റെ പറോസായിക്കും നിന്റെ പ്രത്യക്ഷതയ്ക്കും കാലാവസാനത്തിന്, ലോകാവസാനമല്ല കേട്ടോ, കാലാവസാനത്തിനും, എൻഡ് ഓഫ് ദ എയോണിന്റെ അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം. അപ്പം അതെപ്പോ സംഭവിക്കുന്ന ടൈം പറയണം. നീ പ്രത്യക്ഷനാകുകയും
കാലം തീരുകയും ചെയ്യുന്നതിന്റെ സമയം പറഞ്ഞതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇത് എവിടെ വെച്ചാ ചോദിക്കുന്നത്? ഒലിവുമലയിൽ വെച്ച്. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഒലിവുമലയിൽ വെച്ച് സംസാരിക്കും. അപ്പൊ ഒലിവുമലയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യെരൂശലേം എന്ന് പറയുന്ന പർവ്വതം കാണാൻ പറ്റും. അതായത് യെരൂശലേം ദേവാലയത്തിന്റെ, യെരൂശലേം മലയുടെ നേരെ കിഴക്ക് വശത്താണ് ഒലിവുമല സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ കിട്ടിയ നമ്മുടെ ജോഗ്രഫിക്കൽ അറിവിലാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയാണെന്ന് യാതൊരു തർക്കമില്ല. കാരണം ബൈബിൾ വ്യക്തമായിട്ട് പലയിടങ്ങളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഒലിവുമല കിഴക്ക് ഭാഗത്താണ്, മറ്റേത് പടിഞ്ഞാറ് വശത്ത്. കിഴക്ക് നിന്ന് ഒലിവുമലയുടെ പടിഞ്ഞാറ് വശത്താണ് യെരൂശലേം ഇരിക്കുന്നത്. ആ യെരൂശലേം സംഭവിക്കാൻ പോകുന്ന വിനാശം മിശിഹാ തമ്പുരാൻ നേരെ കിഴക്കിരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രൈസ്റ്റ് അവിടെ ഇരുന്നത് സംസാരിച്ചത്? അപ്പൊ ഇതിന്റെ തന്നെ മറ്റൊരു ചിത്രം, മറ്റൊരു റെവലേഷനാണ് നമ്മൾ സെക്കറിയാവിന്റെ പ്രവചനം 14 കാണുന്നത്. ഇസ്രായേലെ, നിന്റെ ജനങ്ങളുടെ നടുവിൽ വെച്ച് തന്നെ നിന്റെ കൊള്ള എന്ത് ചെയ്യും? വിവാഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്യം എടുത്തോട്ടെ. വിഭാഗിക്കപ്പെടും, സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും, നഗരം പിടിക്കപ്പെടും, വീടുകൾ കൊള്ളയിടപ്പെടും, സ്ത്രീകൾ വഷളാക്കുകയും നഗരത്തിലെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. കുറച്ചുപേരൊക്കെ അവിടെ ശേഷിക്കും. ആകയാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ ഇസ്രായേലിനോടുകൂടെ, ഇസ്രായേലിന് വേണ്ടി എന്നല്ല, മറ്റ് ജാതികളോടുകൂടെ ഇസ്രായേലിനെതിരെ പോരാടും, യുദ്ധം ചെയ്യും. അന്നാളിൽ അവന്റെ കാല് യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. എന്റെ ഹൃദയത്തിൽ വരുന്നൊരു ചിത്രം, ഈ ഒലിവുമലയ്ക്ക് ഇരുന്നു കൊണ്ട് തന്നെയാണ് യെരൂശലേമിന് വരാൻ പോകുന്ന പ്രവചനം, ഭാവിയിൽ വരാൻ പോകുന്ന ജഡ്ജ്മെന്റ് ക്രൈസ്റ്റ് പ്രവചിക്കുക. അപ്പൊ ക്രിസ്തു പ്രവചിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം ഒലിവുമല. സെക്കറിയാവ് യെരൂശലേമിന് വരാൻ പോകുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ച് പ്രവചിച്ചിട്ട് ഒടുവിൽ പറയുകയാണ്, അന്നാളിൽ അവന്റെ കാല് ഒലിവുമലയിൽ നിൽക്കും. അന്ന് ഒലിവുമല പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് രണ്ടായി പിളർന്നു പോകും. ഒരു ഭാഗം വടക്കോട്ടും മറ്റേ ഭാഗം തെക്കോട്ടും നീങ്ങിപ്പോകും. ഇതൊരു ചിത്രമാണ്, ഒരു അലിഗോറിക്കൽ ചിത്രമാണ്. സിംബോളിക്കലി സംസാരിക്കുന്ന, ഫിഗറേറ്റീവ്ലി സംസാരിക്കുന്ന, മെറ്റഫറിക്കലി സംസാരിക്കുന്ന, ഏത് വേണേലും എടുത്തു. എൻ്റെ ചിന്ത ഇതല്ല. എൻ്റെ ചിന്ത പ്രധാനമായിട്ട് വന്നത്, എൻ്റെ ഹൃദയത്തിൽ വന്നൊരു വെളിപ്പാടാണ്. ദൈവത്തിന് ആത്മാവ് എനിക്ക് നൽകിയ ഒരു പ്രകാശനം ശരിയാകണം എന്ന് എനിക്ക് നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾക്കത് ശരിയാകണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കൺവിൻസ്ഡ് ആയി തോന്നിയത്, ഈ ഒലിവുമലയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ മറ്റൊരു പദത്തിനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കത്തുള്ളൂ. അതായത് യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരുന്നു കൊണ്ടാണ് സെക്കറിയ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം തന്നെ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ കൂടുതൽ വിശദീകരണത്തോടുകൂടെ ഒലിവുമലയിൽ ഇരുന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. എന്നാൽ സെക്കറിയാവിനെ സംബന്ധിച്ചിടത്തോളം സെക്കറിയ പ്രവചിച്ചിട്ട് ഒടുവിൽ യേശുക്രിസ്തുവിന്റെ കാല്, അവന്റെ കാല്, യഹോവ എന്ന് പറയും, യഹോവയുടെ കാല് എവിടെ നിൽക്കുകയാണ്? ഒലിവുമലയിൽ നിൽക്കും എന്ന് പറയുന്നു. അപ്പം ഒലിവുമലയിൽ കൊണ്ടുവന്ന് ഒലിവുമലയിൽ നിൽക്കുന്ന കർത്താവിനെ കാണിക്കുന്നു, അവിടെ ഒലിവുമലയിൽ ഇരിക്കുന്ന കർത്താവിനെ കാണിക്കുന്നു. ഓക്കെ, ശരി. ഇനി നമുക്ക് നേരെ പോകേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ എസെക്കിയേലിന്റെ പ്രവചനം 10-ാമത്തെ അധ്യായത്തിലേക്കാണ്. ഇത് യെരൂശലേം ദേവാലയത്തിന് സംഭവിക്കാൻ പോകുന്ന, ബാബിലോൺകാരിലൂടെ സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദാസന എസെക്കിയേലിന്റെ പ്രവചനവും മുന്നറിയിപ്പുമാണ്. ഞാനിതിന്റെ 10-11 അധ്യായങ്ങൾ പൂർണ്ണമായിട്ട് വായിക്കാൻ നമുക്ക് നേരമില്ല. അത് ഈ വീഡിയോയിൽ അതിനുള്ള സമയവുമില്ല. ഇവിടെ 10-ാമത്തെ അധ്യായത്തെ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെറൂബുകളുടെ തലയ്ക്കു മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. കെറൂബ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസില് ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുകളിലാണ് കെറൂബുകൾ. അവിടെയാണ് ദൈവം അവിടുത്തെ സാന്നിധ്യത്തെ അറിയിക്കുകയും അവിടെ ഇറങ്ങി വരികയും ചെയ്യുന്നത് നമുക്കറിയാം. അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു, നീ കെറൂബുകളുടെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാണുകയും അവൻ ചെന്നു. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ
കെരൂബുകൾ ആലയത്തിന്റെ വലതുഭാഗത്ത് നിന്ന് മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. ആലയത്തിന്റെ വലതുഭാഗത്ത് നിന്നും മേഘവും അകത്ത് പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിൽ മേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ഉമ്മരപ്പടി എന്ന് പറഞ്ഞാൽ വാതിൽക്കൽ. അപ്പം മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് എവിടെ വന്നു? വിശുദ്ധ മന്ദിരത്തിന്റെ വാതിൽപ്പടിയിൽ, ഉമ്മരപ്പടിയിൽ വന്നു നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്ന പ്രസൻസ് ഓഫ് ഗോഡ് വാസ് ദേർ. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. കെരൂബുകളുടെ ചിറകുകളുടെ ഇരച്ചിൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പം. എവിടെയായിരുന്നു? കെരൂബുകളുടെ ചിറകുകളുടെ ഇരച്ചിൽ പുറത്തെ പ്രാകാരം വരെ, പുറത്തെ പ്രാകാരം പറഞ്ഞാൽ ഔട്ടർ കോട്ട് വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു. അപ്പം ഈ കെരൂബുകൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ കാണുന്നത് അതിന്റെ 18-19 വാക്യത്തിൽ പറയും, പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ടു. ഞാൻ അതിന്റെ യാത്ര മാത്രം പറയുകയാണ്. ഉമ്മരപ്പടി വന്ന് നിന്ന് നമ്മൾ കണ്ടത്. അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്നു നിന്നു. എവിടാ? വീണ്ടും പോയി തിരിച്ചു പോവുക. അതായത് ഉമ്മരപ്പടി വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് കെരൂബുകളുടെ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി ഞാൻ കണ്ട ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അപ്പൊ പൊങ്ങിയപ്പോൾ അപ്പം കെരൂബുകൾ ഇല്ലായിരുന്നു, മഹത്വം മാത്രം വന്ന് ഉമ്മരപ്പടിക്ക് നിൽക്കുന്നു. തിരിച്ചെന്താണ്? തിരിച്ച് ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്നു നിന്നു. കെരൂബുകളുടെ പുറത്ത് വന്നു നിന്നു. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ വന്നു നിന്നു. ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിക്കൽ ചെന്ന് നിന്നു. കിഴക്ക് വാതിൽ ചെന്ന് നിന്നു. അതായത് യെരൂശലേമിന്റെ കിഴക്ക് വാതിൽ ചെന്ന് നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. ഞാനിത് കെബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ ആ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. ഓക്കെ, ഇങ്ങനെ ഇവ വന്ന് വീണ്ടും ഇവിടെ നിൽക്കുന്നത് കാണുക. കെരൂബുകളുടെ മീതെ നിൽക്കുന്നു. 11-ാം അധ്യായം മൊത്തം അങ്ങോട്ട് വായിക്കുന്നില്ല കേട്ടോ. അനന്തരം ആത്മാവിനെ എടുത്തുകൊണ്ട് ആലയത്തിന് കിഴക്കോട്ടുള്ള ദർശനമുള്ള കിഴക്കേ പടിവാതിക്കൽ കൊണ്ടുപോയി പടിവാതിലിന്റെ പ്രവേശത്തെങ്കിൽ ഞാൻ 25 പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരെയും കണ്ട് ഞാൻ വായിച്ചത് വിടുന്നു. സമയത്തിന്റെ കുറവുകൊണ്ട് അവസാനം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ 20-ാമത്തെ വാക്യം, അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിട്ടും ഇരിക്കും. അതായത് ഇസ്രായേലിനെ ദൈവം പുനഃസ്ഥാപിക്കുക, അവരുടെ മലിനത മാറ്റുന്നതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം അവിടെ ഉണ്ട്. എന്നാൽ നിങ്ങളുടെ മലിന ബിംബങ്ങളുടെയും മ്ലേച്ഛ വിഗ്രഹങ്ങളുടെയും ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് തക്കണം അവരുടെ തലമേൽ പകരം കൊടുക്കും. എന്താ സംഭവം? ജഡ്ജ്മെന്റ്. ഇവർക്ക് വരാൻ പോകുന്ന ജഡ്ജ്മെന്റ് സമയത്ത് ദൈവത്തിന്റെ ഇടപാടുകളായി കാണുന്ന മൊത്തം എന്ത് വരുന്നു? യെരൂശലേം നശിക്കാൻ പോകുന്നു, ജനം പ്രവാസികളായിട്ട് പോകാൻ പോകുന്നു, അടിമകളാകാൻ പോകുന്നു, ജഡ്ജ്മെന്റ് വരാൻ പോകുന്നു. സോ ഈ ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് കൊണ്ട് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. എന്താ മുന്നറിയിപ്പ്? ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം ദേവാലയം വിട്ടിറങ്ങാൻ പോവുക. ദേവാലയത്തിനകത്ത് ദൈവം ഇരിക്കുന്നിടത്തോളം കാലം ബാബേൽ പ്രവാസികൾക്കല്ല, ബാബേലിനല്ല, പ്രപഞ്ചത്തിലെ ഒരു ചക്രവർത്തിക്കും അതിനെ തൊടാൻ പറ്റത്തില്ല. മഹത്വം അവിടെ ഉള്ളിടത്തോളം കാലം ഒരു ശത്രു സൈന്യത്തിനും അതിനെ സ്പർശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജഡ്ജ്മെന്റ് ദൈവം നിർണയിച്ചതാകുന്നുണ്ടും സർവശക്തനായ തമ്പുരാൻ കെരൂബുകളുടെ നടുവിൽ നിന്ന് പുറപ്പെടുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. എന്ത് ചെയ്യുക? ദൈവം അവരോട് പറയാൻ നിങ്ങളുടെ മേൽ പകരം കൊടുക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തും. ഇപ്പൊ കെരൂബുകളുടെ മുകളിൽ വന്നു നിന്ന യഹോവയുടെ മഹത്വം, ദൈവത്തിന്റെ തേജസ്. അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തു, ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. എസെക്കിയേൽ 11-ാം അധ്യായത്തിന് 23-ാം വാക്യം, യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന്, ശ്രദ്ധിച്ചു കേൾക്കണം, അതായത് യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിന്റെ നടുവിൽ നിന്ന് എന്ന് പറഞ്ഞ ദേവാലയത്തിന്റെ ദേവാലയത്തിന്റെ നടുവിൽ നിന്ന്, നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആ മാപ്പ് എന്ന് പറഞ്ഞേ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, വെസ്റ്റ് ഈസ്റ്റ്. ക്യാമറയിൽ എങ്ങനെ കാണുന്നത് മനസ്സിലാവുന്നില്ല. കിഴക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അപ്പൊ ഈ ദേവാലയത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? നഗരത്തിന്റെ നടുവിൽ നിന്ന് യഹോവയുടെ മഹത്വം അവിടെ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു.
ചിത്രം എന്താണ്? ദൈവത്തിന്റെ കെറൂബുകളുടെ മേൽ അധിവസിച്ച ആ ദൈവം, ആ കെറൂബുകളും ചക്രങ്ങളും എല്ലാം കൂടെ ചേർന്ന് തന്നെ അവിടെ നിന്ന് നേരെ പൊങ്ങി നഗരത്തിന്റെ കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. ഏതാ യെരൂശലേമിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതം? ഒലിവുമല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകത്തെ നമ്മൾ വേദപുസ്തകം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. വേദപുസ്തകത്തെ വേദപുസ്തകം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. അപ്പൊ വേദപുസ്തകം പറയുകയാണ്, സെക്കറിയ പ്രവചനം പറയുന്നു, അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയുടെ മേൽ നിൽക്കും. ഇതൊരു പുതിയ പ്രതിഭാസമല്ല പ്രിയപ്പെട്ടവരെ. ഇത് എസെക്കിയേലിന്റെ കാലഘട്ടത്തിൽ BC 580കളിൽ സംഭവിക്കാൻ പോകുന്ന അതിഭയങ്കരമായ ന്യായവിധി, ഇസ്രായേലിന്റെ മേൽ വരാൻ പോകുന്ന കൊടിയ പീഡനം, ആ വലിയ യുദ്ധം, ആയിരങ്ങൾ കൊല്ലപ്പെടുകയും അടിമകളാക്കപ്പെടുകയും ബാബേൽ പ്രവാസത്തിലേക്ക് പോവുകയും മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായിരുന്ന ദേവാലയത്തിന്റെ അടിത്തറ വരെ ഇളക്കി. ശലോമോൻ ഉണ്ടാക്കി വെച്ച സ്വർണം കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ദേവാലയം പൊളിച്ചു കളഞ്ഞു. വരാൻ പോകുന്ന ന്യായവിധിയിൽ ആദ്യം സംഭവിച്ച കാര്യം എന്താണ്? മഹാദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്ക് വശത്ത് ഒലിവുമലയിൽ വന്നു നിന്നു. സെക്കറിയാവ് 14:4 പറഞ്ഞു, അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ നിന്നു. ഇവിടെ നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പഠിക്കുന്നത് വന്നു നിന്നു, ദൂതന്മാർ വന്നു, കോടിക്കണക്കിന് വിശുദ്ധന്മാർ, അങ്ങനൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഒരു കോടിക്കണക്കിന് ദൂതന്മാരും ഒരു വിശുദ്ധന്മാരും അവിടെ ഇല്ല. അവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവന്റെ കാൽ. എന്തിനാ അവൻ വന്ന് നിന്നെന്നങ്ങ് പറഞ്ഞാൽ പോരെ? കാരണം ഇത് ഓൾഡ് ഗവനന്റിലെ പല വാക്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അവന്റെ കാൽ ഒലിവുമലയിൽ നിന്നു. കാരണം എസെക്കിയേൽ പ്രവചനത്തിൽ ദേവാലയം വിട്ടിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, യഹോവയുടെ തേജസ്, കെറൂബുകൾ ചക്രങ്ങളോടുകൂടി ചേർന്ന് നേരെ ഉയർന്ന് നഗരത്തിന്റെ നടുവിൽ നിന്ന് പൊങ്ങി നഗരത്തിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ വന്നു നിന്നു. നോക്കി, നഗരത്തിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. എന്നാൽ ആത്മാവ് എന്നെ എടുത്ത്, ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദയ ദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി. ഇവിടെ ആത്മാവ് ഇദ്ദേഹത്തിന്, അതായത് എസെക്കിയേലിനെ എടുത്തുകൊണ്ട് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദയരുടെ ദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്ന. കൽദയരുടെ ദേശം എന്ന് പറഞ്ഞാൽ അറിയാമോ? ബാബേൽ. അവിടേക്ക് കൊണ്ടു. അപ്പൊ പ്രവാസികളുടെ ഇടയിൽ കൊണ്ടു ചെന്നു. ദർശനത്തില ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി. എങ്ങോട്ട് പൊങ്ങിപ്പോയി? എവിടെ നിന്നത്? യെരൂശലേം ദേവാലയത്തിൽ ഒലിവുമലയിൽ നിന്നു എന്ന് കണ്ടു. എന്നിട്ട് പറയാം, ആ ദർശനം ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി. എന്നെ വിട്ട് പൊങ്ങിപ്പോയി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നോക്കിയേ, ദൈവത്തിന്റെ ശെഖന, ദൈവത്തിന്റെ സാമീപ്യം ഒലിവുമലയിൽ വന്ന് നിൽക്കുന്നു. ആ നിൽക്കുന്ന അവിടെ നിന്ന് നേരെ പൊങ്ങിപ്പോകുന്നു. ഞാനോ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവന്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, the glory of the Lord is departed from the temple and it was stood on. എവിടെ നിൽക്കുകയാണ്? ഒലിവുമലയിൽ നിൽക്കുന്നു. അവിടെ നേരെ മുകളിലോട്ട് പൊങ്ങിപ്പോയി. എന്തായി ചിത്രം? എന്തിനു വേണ്ടിയായി സംഭവം നടന്നത്? The destruction of Jerusalem. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയത്തിന് നാശം വരാൻ പോകുന്നു. ഇസ്രായേൽ ഗ്രഹത്തിന് അതികഠിനമായ ന്യായവിധി വരാൻ പോകുന്നു. അപ്പൊ ന്യായവിധി വരാൻ പോകുന്നതിന്റെ പ്രതീകമാണ് ഈ ഒലിവുമലയിൽ വന്ന് ദൈവം നിൽക്കുന്ന ചിത്രം. അപ്പൊ ആ തിരുവെഴുത്ത് വെച്ചോണ്ട് നമുക്ക് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, വ്യാഖ്യാനിച്ചു നോക്കി. വ്യാഖ്യാനിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആ തിരുവെഴുത്ത് അതാണ്. അതിന്റെ എസെക്കിയേൽ 11:10-11 യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ദേവാലയത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോവാം. ഒറ്റവാക്കി പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, അന്നാളിൽ അവന്റെ കാൽ എവിടെ നിൽക്കുന്നു? ഒലിവുമലയിൽ നിൽക്കുന്നു. എന്നാളിൽ ഈ മഹാ ഉപദ്രവം നടക്കുന്ന സന്ദർഭം ആ ദർശനമാ, പ്രവചന. അപ്പം AD 70 AD 70 യെരൂശലേമിൽ റോമൻ സൈന്യം വന്ന് ആക്രമിച്ച് അവിടുത്തെ ജനത്തെ കൊന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളെ
നക്ഷത്രങ്ങളെ പോലെ താഴെ വീഴുന്നു. അത്തി പഴം കുലുക്കുമ്പോൾ വീഴുന്നത് പോലെ ദൈവപുത്രന്മാരായ നക്ഷത്രങ്ങൾ താഴെ വീഴുന്നു. അവിടുത്തെ പ്രഭുക്കന്മാരായ സൂര്യൻ ഇരുണ്ടുപോകുന്നു. അവിടുത്തെ സ്ത്രീജനം എന്ന ചന്ദ്രൻ രക്തതുല്യമായി മാറുന്നു. നമ്മുടെ ആളുകളെല്ലാം വിചാരിച്ചിരിക്കുന്ന രക്തം സൂര്യൻ കറുത്തു പോകും, ചന്ദ്രൻ രക്തതുല്യമാകും, പിന്നെ നക്ഷത്രങ്ങളൊക്കെ താഴെ വീഴും. നക്ഷത്രങ്ങളൊക്കെ വലുതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അതിന്റെ പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു അത് ഉൽക്കകളാ വീഴുമെന്നാണ് ആക്കിയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. കാരണം ഇനിയിപ്പോൾ നക്ഷത്രം വീണെന്ന് പറഞ്ഞാൽ പിള്ളേർ വീട്ടിൽ നിന്ന് വന്നാൽ തനിക്ക് അടി കൊടുക്കും. സ്വന്തം ഇന്നത്തെ മോഡേൺ പിള്ളേർക്ക് അറിയാം ഒരു നക്ഷത്രത്തിന്റെ വലിപ്പം എന്താണെന്നും നക്ഷത്രം ഭൂമി വന്ന് വീഴുന്ന അവസ്ഥ എന്താണെന്നൊക്കെ അവർക്ക് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇനി അത് പറയാൻ നടക്കത്തില്ല. അതുകൊണ്ട് കാര്യം ഗൗരവമായിട്ട് മനസ്സിലാക്കി പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ നക്ഷത്രം എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട പുത്രന്മാരും പുത്രിമാരുമാണ്. എപ്പോഴും നക്ഷത്രം പുത്രന്മാരെയും പുത്രന്മാരെയും കാണിക്കുന്നു. സൂര്യൻ എപ്പോഴും പുരുഷന്മാരെ കാണിക്കുക. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉന്നതാധികാരികൾ, സഹസ്രാധിപന്മാർ, ശ്രേഷ്ഠന്മാർ, ധനവാന്മാർ, ഇതൊക്കെയാണ് ഒരു ഉന്നത അധികാരികളായിരിക്കുന്ന ആളുകൾ. സൂര്യനും ചന്ദ്രൻ എപ്പോഴും സ്ത്രീജനങ്ങളാണ്. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളെല്ലാം നമസ്കരിക്കുന്നു എന്ന് ആ വാക്യം പഠിച്ചാൽ നമ്മൾ ആവശ്യമില്ലാതെ അതും ഇതൊക്കെ നോക്കി സൂര്യനകത്ത് കറുപ്പ് പറ്റുന്നു, ചന്ദ്രനകത്ത് രക്തം വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ബൈബിളിലോട്ട് നോക്കിയാൽ മതി. നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ട ശാസ്ത്രലോകം എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ല കേട്ടോ. ഈ ശാസ്ത്രലോകം പറഞ്ഞ് കേട്ടിട്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് വളരെ വികലമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഒരാൾ പ്രസംഗിക്കുന്നത് ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അതെങ്ങനെ സൃഷ്ടിച്ചെന്നൊക്കെ ഏതോ ഒരു ആളുടെ പേര് പറഞ്ഞിട്ട് വായി കൊള്ളാത്തൊരു പേര്, മഷിയാക്കു കാക്കുവോ എന്തോ ഒരു നമ്മുടെ ഒരു പ്രിയപ്പെട്ട ദൈവാസനം. എനിക്ക് സഹതാപം തോന്നി കേട്ടോ, സത്യം പറയാം, സഹതാപം തോന്നി. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഒരിക്കൽ പോലും പ്രപഞ്ച സൃഷ്ടിയുടെ അധ്യായം അല്ല. അത് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അതിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു വരാം. അപ്പം ഞാൻ പറയുന്നത് ബൈബിളിൽ നമ്മൾ ബൈബിൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. അപ്പം യേശുക്രിസ്തുവിന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് അങ്ങനെയാണോ? അങ്ങനെ ഉടനെ നമ്മൾ നിൽക്കും അക്ഷരാർത്ഥത്തിൽ ഒലിവുമലയിൽ നിൽക്കുന്നു എന്നപ്പം. പക്ഷെ യഥാർത്ഥത്തിൽ ഒലിവുമലയിൽ നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അന്ന് യഹോവയുടെ കാൽ ഒലിവുമലയിൽ നിൽക്കണമെങ്കിൽ അവൻ എവിടുന്ന് ഇറങ്ങിപ്പോയെന്ന അർത്ഥം. യെരുശലേമിൽ അധിവസിച്ചിരുന്ന പിതാവിന്റെ ആലയം, സർവ്വലോകത്തിനും സർവ്വജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ പിതാവിന്റെ ഭവനം യെരുശലേം ദേവാലയത്തിൽ നിന്ന് ആളെ ഇറങ്ങി ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നെന്നാ? അത് വിട്ടു പോകുന്നു. അതിന്റെ അർത്ഥം യഹോവയാം തമ്പുരാൻ തന്റെ ഗ്രഹം വിട്ട് പുറത്തിറങ്ങി ഒലിവുമലയുടെ മേൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, അവന്റെ കാൽ അവിടെ ഉറച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം യെരൂശലേമിന് വിനാശം വരാൻ പോകുന്നു, ജഡ്ജ്മെന്റ് വരാൻ പോകുന്നു എന്നാ. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ സെഖരിയ പ്രവാചകൻ താൻ പറഞ്ഞ പ്രവചനത്തെ ഉറപ്പിക്കുകയാണ്. അതായത് ഇതിനെ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു വന്നിട്ട് ഒടുവിൽ അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം അത് ആ ഒരൊറ്റ പദം സൂചിപ്പിക്കുന്നത് ദ ടെമ്പിൾ ഈസ് ഗോയിങ് ടു ബി ഡിസ്ട്രോയിഡ്. അതതിന്റെ അർത്ഥം. അവിടെ പട്ടണം പിടിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്, വീടുകൾ കൊള്ളടിക്കപ്പെടുന്നു പറഞ്ഞു, സ്ത്രീകൾ വഷളാക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്, പട്ടണത്തിൽ പാതി പ്രവാസത്തിലേക്ക് പോകുന്നു പറഞ്ഞു, ശേഷിക്കുന്നവരെ കൊല്ലാതെ വിടുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൊള്ള മുതലുകൾ പരസ്യമായിട്ട് തെരുവിൽ വെച്ച് വീതിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്തൊരു പ്രധാന കാര്യം പറയാനുണ്ട്, ദേവാലയം നശിച്ചു പോകുന്നുള്ളത് പറയണം. ഇപ്പൊ ദേവാലയം നശിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സെക്കറിയാവ് എഴുതുന്ന കാലഘട്ടത്തിൽ ദേവാലയം ഇല്ല, നശിച്ച ദേവാലയങ്ങൾ ഇത് പ്രവാസത്തിൽ തിരിച്ചു വന്നിട്ട് എഴുതുക. അതിനുശേഷമാണ് ഹെരോദാവിന്റെ നേതൃത്വത്തിൽ ദേവാലയം പണിതത്. ആ 47 വർഷങ്ങൾ കൊണ്ട് പണിയുന്നു. ആ പണിത ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തരുന്നതാണ് ക്രൈസ്റ്റ് പ്രവചിച്ചത്. അപ്പം വരാത്ത ദേവാലയം, ഇല്ലാത്ത ദേവാലയം ഉണ്ടായി വരുന്നതിനെ കുറിച്ചും ആ ദേവാലയം തകരുമെന്നതിനെ കുറിച്ചും താൻ പറയുന്നതിന് പകരം അതിനു വേണ്ടി ഒറ്റ വാക്കിൽ താൻ പറയുകയാണ്, അന്നാളിൽ അവന്റെ കാൽ എവിടെ നിൽക്കും? ഒലിവുമലയിൽ നിൽക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് യെരൂശലേം ദേവാലയത്തിന് വരാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച്, ഭാവിയിലെ സെക്കൻഡ് ടെമ്പിളിന് വരാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചുള്ളതായ സെക്കറിയാവിന്റെ പ്രവചനാണ്. പറഞ്ഞു പിടികിട്ടിയോ? കാരണം സെക്കറിയാവ് ഇത് പറയുന്ന സമയത്ത് ഒരിക്കൽ പോലും എന്തില്ല, സെക്കറിയാവ് ഇത് പറയുന്ന സമയത്ത് ദേവാലയം ഇല്ല. അപ്പൊ ഇല്ലാത്ത ദേവാലയത്തെ കുറിച്ച് പറയുന്നതിന് പകരം എന്താ പറഞ്ഞത്? അവന്റെ കാൽ, അതായത് ദൈവം എവിടെ വസിക്കുന്ന ആക്ച്വലി ദേവാലയത്തിൽ. ആ ദേവാലയത്തിൽ വസിക്കുന്ന ആൾ ഇറങ്ങി ഇപ്പൊ എവിടെ വന്ന് നിൽക്കുകയാണ്? ഒലിവുമല. ഒലിവുമല വന്ന് നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആലയം വിട്ടുപോയി. ആലയം വിട്ടുപോയതിന്റെ അർത്ഥം എന്താണ്? ദേവാലയം നശിക്കപ്പെടാൻ പോവുകയാണ്. ഓക്കെ, സിമ്പിൾ ആ പ്രിയപ്പെട്ടവർ. ഇത് തന്നെയാണ് എസെക്കിയേൽ പ്രവചനം. ഞാൻ എസെക്കിയേൽ പ്രവചനം പറഞ്ഞത് അങ്ങോട്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് എന്റെ റിയാലിറ്റി. സോ അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ യേശു ക്രിസ്തു ഇനി 1000 കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന അവിടെ വന്ന് ഇങ്ങനെ കാല് കുത്തുമ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് പിളർന്നു പോകുന്നുള്ള ഈ ഡ്രാമയൊന്നും അല്ല. അത് നമ്മുടെ മനസ്സിലങ്ങനെ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും. അതല്ല യഥാർത്ഥത്തിൽ. അല്ല, അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് നിങ്ങൾക്കും പരിശുദ്ധാത്മാവോടെ അതങ്ങ് കൈകാര്യം ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ.
ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട സാരം എന്ന് പറയുന്നത്, ഇവിടെ ഈ വന്ന് നിൽക്കുക, കാൽ വന്ന് നാട്ടുക എന്ന് പറഞ്ഞാൽ, കാൽ വന്ന് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ യെരൂശലേമിന് സംഭവിക്കാൻ പോകുന്ന വലിയ ന്യായവിധിയെ കുറിച്ചാകുന്നു എന്നത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി എന്തുകൊണ്ട്, അപ്പം അവിടെ ഇനി കുറെ പ്രധാനപ്പെട്ട വർണ്ണനകളുണ്ട്. ആ വർണ്ണനകൾ ഞാൻ അടുത്ത വീഡിയോ പറയാം, കാരണം ഇത് ഒരുപാട് ദീർഘമായി പോകുന്നുണ്ട്. ഞാൻ ഇത്രയും മാത്രം ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. യഥാർത്ഥത്തിൽ യെരൂശലേം ദേവാലയത്തിൽ ശലോമോന്റെ കാലത്തുണ്ടായ ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശെക്കന ഇറങ്ങി ഒലിവുമലയിൽ വന്നു നിന്നു, അവിടെ നേരെ പൊങ്ങിപ്പോയി. ഔവണ്ണം തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് അതേ ആലയത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, കർത്താവായ യഹോവ പുറത്തിറങ്ങി, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ആ ഒരു കിഴക്ക് വശത്തുള്ള ഒലിവുമലയിൽ വന്ന് നിന്നിട്ട് അവന്റെ കാൽ അവിടെ നിൽക്കുന്നു എന്ന് കാണുക. അപ്പൊ നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ, അതിന്റെ അർത്ഥം യെരൂശലേമിനെ ദൈവം വിട്ടു ഉപേക്ഷിച്ചു, നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും എന്ന് മത്തായിയുടെ സുവിശേഷം 23 അവസാന ഭാഗത്ത് ക്രിസ്തു, നിങ്ങളുടെ ഭവനം ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആളിറങ്ങി പോകുന്ന, ആ ആളിറങ്ങിപ്പോ എവിടെ നിൽക്കുന്നു, ഒലിവുമലയിൽ നിൽക്കുന്നു. അർത്ഥം, അതിന്റെ മീനിങ്, ആ ദർശനത്തിന്റെ അർത്ഥം, ടെമ്പിൾ ഈസ് ഗോയിങ് ടു ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് പോകുമ്പോൾ മറന്നു പോകണ്ട, കർത്താവ് യേശു എന്തുകൊണ്ട് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയത് എന്നതും ഇതെന്താ രണ്ടായി പിളർന്നത് എന്നതും കൂടെ ചേർത്ത് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിത് വീണ്ടും ഷോർട്ടാക്കുന്നതിന്റെ കാരണം, നിങ്ങൾ പലരും ഇത് പൂർണ്ണമായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. സമയത്തിന്റെ കുറവുകളാണ് അത് എല്ലാവർക്കും. എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. ഓക്കെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സ് ഇടാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് അവിടെ പ്രകടിപ്പിക്കാം. നിങ്ങളുടെ അപ്രിസിയേഷനും നിർബന്ധമില്ല എനിക്ക്, പക്ഷെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അവിടുത്തെ തിരുവെഴുത്തുകളാൽ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഇതിന്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു വരികയാണ്, എന്നാലും ഇതിന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.